കഴിഞ്ഞ 9-ാം തീയതി രാത്രി 7:30 ഞാൻ എൻ്റെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് തിരിച്ചു പോകേണ്ടായി. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ആലയിലുള്ള വീട്ടിലേക്ക് പോകേണ്ടായി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ വരാൻ നേരം വൈകിയെന്നുള്ള തുടർന്ന് എന്നെ മർദ്ദിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. മർദ്ദനുണ്ടായി. എൻ്റെ മുഖത്തും തലയ്ക്കൊക്കെ മർദ്ദനുണ്ടായിരുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ആ സമയത്ത് ഞാൻ ചെന്നപ്പോൾ ചോദ്യം ചെയ്യണ്ടായി. ഞാൻ എന്തുകൊണ്ട് വൈകി എന്നുള്ള ചോദ്യം ചോദിച്ച്, അങ്ങനെ ചോദിക്കല്ല, പെട്ടെന്നൊരു ആക്രമണമാണ് ഉണ്ടായത്. അപ്പം എന്നെ ഉപദ്രവിക്കണ്ടായിരുന്നു. മുഖത്തടിച്ച്, മുടി പിടിച്ച് വലിച്ച് മർദ്ദിച്ച്, ഭിത്തിയിലടിക്കാൻ ശ്രമിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തത്. അതിനെ തുടർന്ന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് 108 വിളിച്ചിട്ടാണ് ഞാൻ പോയത്. ആംബുലൻസ് വിളിച്ച് ഞാൻ എൻ്റെ ചെറിയ മോനെയും കൊണ്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഹോസ്പിറ്റലിൽ ആളുടെ ഹസ്ബൻഡിൻ്റെ പാർട്ടിയിലുള്ള പ്രവർത്തകനുണ്ടായിരുന്നു. ഡോക്ടറും ഒരു ഒരു മാനസിക പരിഗണന ഇല്ലാത്ത വിധത്തിലുള്ള ഒരു പെരുമാറ്റമായിരുന്നു ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായത്. നമ്മൾ കൊടുങ്ങല്ലൂർ ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിലാണ് പോയത്. ഡോക്ടർ അഭിരാം. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ നരേന്ദ്രമോദിയുടെ അതേ വഴിയെ സഞ്ചരിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് സംഘിയും നടത്തുന്നത്, അല്ലേ? തൃശ്ശൂര് ജില്ലാ പ്രസിഡന്റ്, തൃശ്ശൂർ സൗത്ത് പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം കേരളത്തിൽ 14 ജില്ലകളാണെങ്കിലും ഇവർക്കൊക്കെ ഓരോ ജില്ലയിലും 2 പ്രസിഡന്റുമാരുണ്ട്, ജില്ലാ പ്രസിഡന്റുമാരായിട്ട്. അപ്പോൾ തൃശ്ശൂർ സൗത്ത് പ്രസിഡന്റ് BJPയുടെ നേതാവ്, BJPയുടെ തൃശ്ശൂർ ജില്ലാ സൗത്ത് മേഖലയുടെ പ്രസിഡന്റായിട്ടുള്ള ശ്രീകുമാറാണ് സ്വന്തം ഭാര്യ ഭർത്തൃ വീട്ടിൽ ശ്രീകുമാറിൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഭാര്യയുടെ വീട് വരെ ഒന്ന് പോയി തിരിച്ചെത്തുമ്പോഴേക്കും സമയം 7:30, വൈകുന്നേരം 7:30. തിരിച്ചെത്താൻ വൈകി എന്നാരോപിച്ച് സ്വന്തം ഭാര്യയെ ഇടിച്ച് ഇഞ്ചം പരിവമാക്കുക. നരേന്ദ്രമോദിയുടെ അതേ ലൈൻ, അല്ലേ? സംഘിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായിരിക്കില്ല, കാരണം സംഘിയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനമായിരിക്കും ഇത്. ഭാര്യയെ ഇടിച്ച് ഇഞ്ചം പരിവമാക്കുക. കാരണം എന്താ? ഇറ്റങ്ങളൊക്കെ ഈ പറയുന്ന ഇവരുടെ പരമോന്നത നേതാവ്, അല്ലേ? സംഘപരിവാറിൻ്റെ പരമോന്നത നേതാവിൻ്റെ വഴിയെ യാത്ര ചെയ്യാൻ ഈ പറയുന്ന കൃമികീടങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമായിരിക്കും. കാരണം നരേന്ദ്രമോദി രാജ്യത്തിന് മുന്നിൽ കാണിച്ചു വെച്ച ഒരു മാതൃക എന്താ? സ്വന്തം ഭാര്യയെ ചവിട്ടി പുറത്താക്കുന്ന മാതൃക. ആ സ്വന്തം ഭാര്യയെ ചവിട്ടി പുറത്താക്കുന്ന മാതൃക രാജ്യത്തിന് മുന്നിൽ വെച്ച് ഈ പറയുന്ന കൃമികീടങ്ങളെ ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ ആ കൃമികീടങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു ഘട്ടത്തിൽ നമ്മുടെ നേതാവ് ചവിട്ടി പുറത്താക്കിയിട്ടുണ്ടല്ലോ, നമുക്കും ചവിട്ടി പുറത്താക്കാം. ഇതാണ് ചിന്തിക്കുന്നത്, അല്ലേ? നരേന്ദ്രമോദിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊന്നും എടുത്ത് പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. എന്താണ് അതിൽ പ്രൊഫൈലിൽ എഴുതി വെച്ചിരിക്കുന്നത്? ഞാനൊരു ഫെമിനിസ്റ്റാണ്, നല്ല ഫെമിനിസ്റ്റാണ്, സ്വന്തം ഭാര്യയെ ചവിട്ടി പുറത്താക്കുന്ന ഫെമിനിസ്റ്റ്. അത് തന്നെ കൊണ്ടുപിടിക്കുന്ന ഇവരുടെ സംഘിച്ചാണകത്തീട്ടങ്ങളോ നല്ല അടിപൊളിയാണ്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതാണ് സംഘ് പരിവാറിൻ്റെ ഈ പറയുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പാലക്കാട്ടെ കോട്ട മൈതാനിയിൽ വന്നിട്ട് നരേന്ദ്രമോദി പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടില്ലേ? എന്താ പ്രസംഗിച്ചത്? രാജ്യത്തൊക്കെയുള്ള സ്ത്രീകളുടെ തന്തയാകുകയായിരുന്നു, അല്ലേ? ആരാ പ്രസംഗിക്കുന്നത്? ഈ പറയുന്ന സ്വന്തം ഭാര്യയെ ചവിട്ടി പുറത്താക്കിയ നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയുടെ പാതയിൽ തന്നെ അനുയായിയും മുന്നോട്ട് പോവുകയാണ്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിക്കുക. എന്നിട്ട് ഇവരൊക്കെ എഴുതി വെക്കുന്നത്
ഞങ്ങൾ ഫെമിനിസ്റ്റാണ്, ഞങ്ങൾ സ്ത്രീ സംരക്ഷകരാണ്, സ്ത്രീകൾക്ക് വേണ്ടിയോ കയ്യും മെയ്യും മറന്ന് പ്രവർത്തിക്കുന്നവരാണ്. പക്ഷെ സ്വന്തം ഭാര്യയുടെ കാര്യം വരുമ്പോൾ അടിയാണ്, ഇടിയാണ്, മർദ്ദനമാണ്, അക്രമമാണ്, തലയിടിച്ച് ചുമരിലിടിക്കലാണ്, മുടി പിടിച്ച് വലിക്കലാണ്, കുനിച്ചു നിർത്തി കൂമ്പിനിടിക്കലാണ്, അക്രമമാണ്, ചവിട്ടിക്കൊല്ലാനുള്ള ശ്രമമാണ്. ഭാര്യയുടെ കാര്യം വരുമ്പോൾ അങ്ങനെയാണ്. പക്ഷെ നാട്ടിലുള്ള ബാക്കി എല്ലാവരെയും ഭാര്യയാക്കാനുള്ള ശ്രമമാണോ ഇത്? സ്ത്രീകളെയൊക്കെ സ്വന്തം ഭാര്യയെപ്പോലെ ഉപയോഗിക്കുവാനുള്ള ശ്രമമാണോ? അങ്ങനെ ഉണ്ടാവുമല്ലോ ഈ സ്നേഹം നടിച്ച് എങ്ങനെയെങ്കിലും കാര്യം സാധിക്കുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം. ഇവരാണ് രാജ്യത്തെ ഭരിക്കുന്നത്, ഇവരാണ് രാജ്യസ്നേഹികൾ, സ്ത്രീ സംരക്ഷകർ, സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ ഒക്കെ ഈ സംഘപരിവാരാണ്. ഇവർ മാത്രമാണത്. അങ്ങനെയാണല്ലോ അവകാശവാദം അങ്ങനെയാണല്ലോ. ഇവർ മാത്രമാണ് ഇതൊക്കെ. ഇവരല്ലാത്തവരൊന്നും ഇതൊന്നും ചെയ്യൂല. ഇവരല്ലാത്തവർക്ക് ആർക്കും സ്ത്രീകളോട് സ്നേഹമില്ല, അവരുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കൂല, ഒന്നും ചെയ്യൂല. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന നരേന്ദ്രമോദിയും കൂട്ടരും മാത്രമാണ്. എന്നാൽ സ്വന്തം ഭാര്യയുടെ കാര്യം വരുമ്പോഴോ അടിയും ഇടിയും തൊഴിയും ചവിട്ടും കുത്തും. ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, നിങ്ങളിൽ ഏറ്റവും മാന്യൻ, ഏറ്റവും നന്മയുള്ളവൻ, ഏറ്റവും നല്ല പുരുഷൻ ആരാണെന്നുള്ള ചോദ്യത്തിന് പ്രവാചകൻ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. നിങ്ങളുടെ ഭാര്യമാരോട്, നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളോട്, നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീയോട് ഏറ്റവും നന്നായിട്ട് പെരുമാറുന്നവനാരോ അവനാണ് നല്ല പുരുഷൻ എന്ന് പറഞ്ഞാൽ നന്മകളുടെ തുടക്കം അവിടെ നിന്നാവണം, അവിടെയാവണം. അവിടെ നിന്നില്ലാത്തതൊന്നും നന്മയല്ല. ഭാര്യയോട് കാണിക്കാൻ പറ്റാത്ത നന്മ, ഭാര്യയോട് കാണിക്കാൻ പറ്റാത്ത സ്നേഹം, ഭാര്യയോട് കാണിക്കാൻ പറ്റാത്ത സംരക്ഷണം, ചേർത്ത് പിടിക്കല്, കാരുണ്യം, ഇതൊന്നുമില്ലെങ്കിൽ പിന്നെ അയാൾക്കത് ആവാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരക്കാർ രാജ്യത്ത് സ്ത്രീ സംരക്ഷകരും ഫെമിനിസ്റ്റുകളും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുമായി രംഗത്തെത്തി അവകാശവാദങ്ങളുമായി എത്തുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ നല്ല ഒന്നാം തരം നാടക അഭിനേതാക്കളാണ്, അല്ലെങ്കിൽ നാടകമാണ് ഇവരുടേതൊക്കെ എന്ന് പറയുന്നത്. വെറും നാടകം, കാപട്യമാണ്, കപടതയാണ്, ആത്മാർത്ഥതയില്ല ഒന്നിലും. അതാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നിൽ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലേ? അത് തന്നെയാണല്ലോ ഇവർ എന്തൊരു കാര്യത്തിലും അങ്ങനെയാണ്. ഇതിപ്പോൾ സ്ത്രീ വിഷയത്തിൽ മാത്രമൊന്നല്ല, അത് സ്ത്രീ വിഷയത്തിൽ മാത്രമൊന്നല്ല. ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നവൻ, അങ്ങനെ വിളിക്കണമെന്ന് ജനങ്ങളോട് ആക്രോശിക്കുന്നവൻ തന്നെ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. ഗോമാതാവാണ്, പശു ദൈവമാണ് എന്ന് വാദിക്കുന്നവൻ തന്നെ അതിനെ അറവ് ചേർത്തി കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് ഹലാൽ സ്റ്റിക്കറും ഒട്ടിച്ച് കയറ്റുമതി ചെയ്യുന്നതും അതിൻ്റെ പങ്ക് പറ്റുന്നതുമായ കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. ഇതേ ആളുകൾ തന്നെ ഗോശാലകളിൽ ഈ പറയുന്ന പശുക്കളെ പട്ടിണിക്കിട്ട് കൊല്ലുന്നതും ആ കൊന്ന ശേഷം ഇവറ്റകളെ കോർപ്പറേറ്റ് അറവുശാലകൾക്ക് കൊടുക്കുന്നതും നമ്മൾ കാണുകയാണ്. ചിലയിടങ്ങളിൽ ചത്തൊടുങ്ങുന്ന ഗോമാതാവിനെ മാലിന്യ കൂമ്പാരത്തിൽ കൊണ്ടുപോയി തള്ളുന്നതും നമ്മൾ കാണുകയാണ്, അല്ലേ? രാജ്യത്തെ സ്ത്രീകൾക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി സ്വന്തം ഭാര്യയെ ചവിട്ടി പുറത്താക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തൊക്കെ വീരവാദങ്ങളും വെല്ലുവിളികളും അവകാശവാദങ്ങളും സംഘപരിവാറുകാരൻ രാജ്യത്തെ പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ടോ, അതിനെയൊക്കെ വിരുദ്ധമായിട്ടുള്ള, അതിനെയൊക്കെ തള്ളിക്കളയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവറ്റകളുടെ കയ്യിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്, അല്ലേ? ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കും, രാജ്യദ്രോഹിയാകും, രാജ്യത്തെ ഒറ്റുകൊടുക്കും. ഇവരുടെ പാരമ്പര്യം തന്നെ അതല്ലേ? ഇവരുടെ തുടക്കം എവിടുന്നാ? തുടക്കം ഈ രാജ്യത്തിന്റെ സ്വതന്ത്ര സമര സേനാനികളെ ഒറ്റുകൊടുത്ത BD സവർക്കറിൽ നിന്ന്. ഒറ്റുകാരനായിരുന്നു ഇവരുടെ തന്ത.
മനസ്സിലായില്ലേ? ഇവരുടെ പിതാക്കന്മാര് ബ്രിട്ടീഷുകാരന്റെ കാല് നക്കി, ബ്രിട്ടീഷുകാരന്റെ ആസനം നക്കിയിട്ട് രാജ്യത്തിന്റെ സ്വതന്ത്ര സമര പോരാളികളെ ഒറ്റുകൊടുത്തവര് അത് തന്നെ ഇന്നും ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ രാജ്യത്ത് നിന്ന് പിടിക്കപ്പെട്ടിട്ടുള്ള ചാരപ്പണി, ഇവിടുത്തെ ഡാറ്റകൾ ചോർത്തിക്കൊടുത്തതിന്റെ പിന്നിൽ പിടിക്കപ്പെട്ടുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്ക്. എല്ലാം ഈ പറയുന്ന ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കണമെന്ന് രാജ്യത്തിന്റെ സമൂഹത്തോട് ആക്രോശിച്ചു കൊണ്ടിരിക്കുന്ന സംഘപരിവാറുകാരാ. ഞാൻ ഫെമിനിസ്റ്റ് ആണെന്ന് പറയുന്നവൻ സ്വന്തം ഭാര്യയെ തല്ലി പുറത്താക്കുന്നു. ഇവരുടെ പാരമ്പര്യം ഇത് തന്നെയാ. ഇതാണ് ഇവറ്റകളുടെ പാരമ്പര്യം. അപ്പൊ തൃശ്ശൂരിലെ പ്രസിഡന്റ് നോക്കുമ്പോ, ശ്രീകുമാർ നോക്കുമ്പോ, തന്റെ തലതൊട്ടപ്പൻ ഭാര്യയെ മർദ്ദിക്കില്ല, ഭാര്യയെ ചവിട്ടി പുറത്താക്കിയ വ്യക്തിയാ. അങ്ങനെ നോക്കുമ്പോ തന്റെ ഭാര്യ ഒരൽപ്പം വൈകി വീട്ടിലേക്ക് എത്തിയതിൽ മർദ്ദിച്ചു കൊല്ലാമെന്ന് കരുതി എന്താണെങ്കിലും കേസായിട്ടുണ്ട്. ഇത് കണ്ടപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതാണ്. എന്താണ്? ഇതൊക്കെ കൃമികീടങ്ങളാണല്ലോ. ഇപ്പൊ ഈ തൃശ്ശൂർ സൗത്ത് പ്രസിഡന്റ് എന്നൊക്കെ പറയുന്നത് കൃമികീടാണ്. ആ കൃമികീടം നോക്കുമ്പോ, മുകളിലോട്ട് നോക്കുമ്പോ, നമ്പർ 1 കസേരയിൽ ഇരിക്കുന്ന വ്യക്തിയെ നോക്കുമ്പോ അയാൾ ഭാര്യയെ ചവിട്ടി പുറത്താക്കിയവനാ. അപ്പൊ നോക്കുമ്പോ ദാനവും അത് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് ഈ തൃശ്ശൂരിലെ പ്രസിഡന്റിന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ശ്രീകുമാറിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ അത്ഭുതങ്ങളൊന്നുമില്ല. കാരണം പാരമ്പര്യവും നേതൃത്വവും ഒക്കെ ഇത് തന്നെയാണ്. അത് സ്ത്രീയുടെ കാര്യത്തിൽ മാത്രമല്ല, ഭാര്യയുടെ കാര്യത്തിൽ മാത്രമല്ല, ഗോമാതാവിന്റെ കാര്യത്തില്, ഭരതാംബയുടെ കാര്യത്തില്, ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്ന ആളുകള്, ഇതൊക്കെ നിരന്തരമായിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാ. എന്ന് പറഞ്ഞാല് രാജ്യത്തെ രാജ്യദ്രോഹികൾ ആരാണ്? അത് സംഘപരിവാരമാണ്. അക്രമികൾ ആരാണ്? സംഘപരിവാരമാണ്. സ്ത്രീകൾക്കെതിരെ അക്രമം നടത്തുന്നവരാരാണ്? സംഘപരിവാരമാണ്. എല്ലാം സംഘപരിവാരമാണ്. ഓരോ മിനിറ്റുകളിലും രാജ്യത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന വാർത്തകളൊക്കെ അത്തരത്തിലാണ്. എല്ലാം സംഘപരിവാറുകാര്, അല്ലേ?